നമസ്കാരം. ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ ബലഹീനവും പൊളിച്ചുമാറ്റേണ്ടതുമായ സ്കൂൾ കെട്ടിടങ്ങളുടെ വിവരങ്ങൾ ഉടൻ നൽകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആറന്മുളയിൽ സ്കൂളിന്റെ ഫിറ്റ്നസ് റദ്ദാക്കി. നടപടി തേവലക്കര സ്കൂൾ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ പരിശോധനയിൽ വിദ്യാർത്ഥികളുടെ ആത്മവിശ്വാസത്തെയും പഠനത്തെയും പ്രതികൂലമായി ബാധിക്കാൻ സാധ്യത. ഇനി ബാക്ക് ബെഞ്ചേഴ്സ് വേണ്ട, ക്ലാസ് മുറികൾ യു ഷേപ്പ് ആക്കുന്നത് ആലോചനയിലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. വിദഗ്ധ സമിതിയെ നിയോഗിച്ചതായും വിദ്യാഭ്യാസ മന്ത്രി. പത്തനംതിട്ടയിലെ അധ്യാപികയുടെ ഭർത്താവിന്റെ ആത്മഹത്യ. ഉദ്യോഗസ്ഥർക്കെതിരെ മന്ത്രി വി ശിവൻകുട്ടി. ഓരോ ഫയലും ഓരോ ജീവിതമാണ്. 5 വർഷത്തെ സ്വന്തം അനുഭവമുണ്ട്. പലതും പറഞ്ഞാൽ വിവാദമാകുമെന്ന് മന്ത്രി. ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക ക്രമക്കേട് തട്ടിപ്പിൽ ജീവനക്കാരികൾ കുറ്റം സമ്മതിച്ചു. ബില്ലിൽ ബാർകോഡ് ഉൾപ്പെടുത്തില്ല, കസ്റ്റമറുടെ പേരും ഫോൺ നമ്പരും വെക്കാറില്ലെന്ന് ജീവനക്കാരികൾ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ ബലഹീനമായതും പൊളിച്ചു മാറ്റേണ്ടതുമായ സ്കൂൾ കെട്ടിടങ്ങളുടെ വിവരം 2 ആഴ്ചയ്ക്കകം നൽകണമെന്ന് നിർദ്ദേശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്കൂൾ സുരക്ഷാ യോഗത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. പൊളിച്ചുമാറ്റേണ്ടവ, അറ്റകുറ്റപ്പണി നടത്തേണ്ടവ എന്നിവ വേർതിരിച്ച് നൽകാനാണ് നിർദ്ദേശം. പൊളിച്ചുമാറ്റുന്ന കെട്ടിടങ്ങൾ പണിയും വരെ ക്ലാസ് നടത്താനുള്ള സൗകര്യം തദ്ദേശ വകുപ്പും PTA-യും വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് ഒരുക്കണം. അൺഎയ്ഡഡ് സ്കൂളുകളിലും സുരക്ഷാ പരിശോധന നടത്താനാണ് നിർദ്ദേശം. അപകടാവസ്ഥയിലുള്ള പൊതുകെട്ടിടങ്ങളുടെ വിശദാംശങ്ങൾ രേഖപ്പെടുത്താൻ സോഫ്റ്റ്വെയർ ഉണ്ടാക്കും. ഇലക്ട്രിക് കാര്യങ്ങൾ പരിശോധിക്കാൻ ചീഫ് ഇലക്ട്രിക്കൽ ഓഫീസർ, തദ്ദേശ സ്വയംഭരണം, പൊതുമരാമത്ത് വകുപ്പ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാർ എന്നിവർ ചേർന്ന് പരിശോധനാ സംവിധാനം ഏർപ്പെടുത്തണമെന്നുമാണ് നിർദ്ദേശം. ആറന്മുള VHSS സ്കൂൾ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് റദ്ദാക്കി. ഇന്നലെയാണ് മല്ലപ്പുഴശ്ശേരി പഞ്ചായത്ത് ഫിറ്റ്നസ് റദ്ദാക്കിയ നോട്ടീസ് നൽകിയത്. കൊല്ലം തേവലക്കര സ്കൂൾ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ പരിശോധനയിലാണ് സ്കൂളിന് ഫിറ്റ്നസ് ഇല്ല എന്ന് കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം കോഴഞ്ചേരി AEയുടെ നേതൃത്വത്തിലാണ് ഫിറ്റ്നസ് പരിശോധന നടന്നത്. ഇന്ന് രാവിലെ അധികൃതർ എത്തി കെട്ടിടത്തിന് മുന്നിൽ നോ എൻട്രി ബോർഡ് ഉൾപ്പെടെ സ്ഥാപിച്ചു. തുടർന്ന് കുട്ടികളെ മറ്റൊരു ക്ലാസ് മുറിയിലേക്ക് മാറ്റി. വിദ്യാർത്ഥികൾ ആ ഭാഗത്തേക്ക് കടക്കാതിരിക്കാനുള്ള നടപടികളും സ്വീകരിച്ചു. 300ഓളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണിത്. കൊല്ലം തേവലക്കര സ്കൂളിൽ മിഥുൻ മനു എന്ന 8ാം ക്ലാസ്സുകാരൻ ഷോക്കേറ്റ് മരിച്ചതിനെ തുടർന്നാണ് സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളുടെയും ഫിറ്റ്നസ് പരിശോധന അടിയന്തരമായി നടത്താൻ വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ആറന്മുള VHSSന്റെ പ്രധാന കെട്ടിടത്തിന് ഫിറ്റ്നസ് ഇല്ല എന്ന് കണ്ടെത്തിയത്. M5 ന്യൂസ്, പത്തനംതിട്ട. സ്കൂൾ ക്ലാസ് മുറികളിൽ നിന്നും പിൻബെഞ്ചുകാർ എന്നൊരു സങ്കല്പം ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഈ സങ്കല്പം വിദ്യാർത്ഥികളുടെ ആത്മവിശ്വാസത്തെയും പഠനത്തെയും പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ടെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. പിൻബെഞ്ചുകാർ എന്ന ആശയം ഇല്ലാതാക്കാൻ പല രാജ്യങ്ങളും പല മാതൃകകളും പിന്തുടരുന്നുണ്ടെന്ന് മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. കേരളത്തിലെ വിദ്യാഭ്യാസ രീതിക്ക് അനുയോജ്യമായ ഏറ്റവും മികച്ച മാതൃക കണ്ടെത്താൻ വിദഗ്ധരുടെ ഒരു സമിതിയെ നിയോഗിക്കാൻ തീരുമാനിച്ചതായും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. സമിതിയുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ചാകും തുടർ നടപടി. ക്ലാസ് മുറികൾ യു ഷേപ്പ് ആക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്നും മന്ത്രി നേരത്തെ അറിയിച്ചിരുന്നു. പത്തനംതിട്ടയിൽ അധ്യാപികയുടെ ശമ്പളം 14 വർഷമായി ലഭിക്കാത്തതിന്റെ മനോവിഷമത്തിൽ ഭർത്താവ് ജീവനൊടുക്കിയ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഗൗരവതരമായ അന്വേഷണം നടക്കുന്നുണ്ട്. കുറ്റം തെളിഞ്ഞാൽ പിരിച്ചുവിടുമെന്നും മന്ത്രി പറഞ്ഞു. DEO, AEO ഇവരെല്ലാം സ്ഥാനക്കയറ്റം വഴി വന്നവരാണ്. ഇവർക്കെല്ലാം ഭരണപരിചയം കുറവാണ്. അത് ഓഫീസ് പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷത്തെ സ്വന്തം അനുഭവമാണ്. പറഞ്ഞാൽ വിവാദമാകുമെന്നറിയാം, എന്നാലും കുഴപ്പമില്ല. DEO, AEO എന്നിവർക്കെല്ലാം ഭരണപരിശീലനം കാര്യമായി നൽകേണ്ട അവസ്ഥയാണെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. പത്തനംതിട്ട നാരായണമൂഴി സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ അധ്യാപികയുടെ ഭർത്താവ് ജീവനൊടുക്കിയ സംഭവം ദൗർഭാഗ്യകരമാണ്. മന്ത്രി പറഞ്ഞിട്ടും ഉത്തരവിറക്കിയിട്ടും അവരെ ഓഫീസ് കയറ്റിയിറക്കി പ്രയാസപ്പെടുത്തി. ഓരോ ഫയലും ജീവിതമെന്നത് ഉദ്യോഗസ്ഥർ ഓർക്കണം. ഉദ്യോഗസ്ഥർക്കെതിരായ സസ്പെൻഷൻ സാധാരണ നടപടി മാത്രമാണ്. അവർക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകും. ഗൗരവതരമായ അന്വേഷണവും നടക്കുന്നുണ്ട്. കുറ്റം തെളിഞ്ഞാൽ പിരിച്ചുവിടുമെന്നും മന്ത്രി വ്യക്തമാക്കി. M5 ന്യൂസ്, മലപ്പുറം. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയയുടെ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരികൾ കുറ്റം സമ്മതിച്ചു. കടയിലെത്തിച്ച അന്വേഷണ സംഘം നടത്തിയ തെളിവെടുപ്പിനിടെയാണ് QR കോഡ് വഴിയുള്ള പണം തട്ടൽ പ്രതികൾ സമ്മതിച്ചത്. 40 ലക്ഷത്തിന്റെ തട്ടിപ്പാണ് ഇതേവരെ കണ്ടെത്തിയത്. തട്ടിയെടുത്ത പണം പ്രതികൾ പങ്കിട്ടെടുത്തു. തട്ടിപ്പ് പണം സ്വർണം വാങ്ങാനും ഉപയോഗിച്ചെന്നും പ്രതികൾ അന്വേഷണ സംഘത്തോട് പറഞ്ഞു. തട്ടിപ്പ് പണം ഉപയോഗിച്ച് വാങ്ങിയ സ്കൂട്ടറും സ്വർണവും കണ്ടുകെട്ടുമെന്ന് ക്രൈംബ്രാഞ്ച് അറിയിച്ചു. ഇതിനായുള്ള നടപടികളും ആരംഭിച്ചു.
രണ്ടാം പ്രതി രാധയുടെ സ്കൂട്ടർ കസ്റ്റഡിയിലെടുത്തു. കേസിലെ 3 പ്രതികളിൽ വിനീത, രാധാകുമാരി എന്നിവരാണ് കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി കീഴടങ്ങിയത്. ജീവനക്കാരികൾ QR കോഡ് ഉപയോഗിച്ച് പണം തട്ടിയെടുത്തുവെന്നാണ് കൃഷ്ണകുമാറിന്റെ പരാതി. ദിയയുടെ സ്ഥാപനത്തിൽ നിന്ന് 69 ലക്ഷം രൂപ ജീവനക്കാരികൾ തട്ടിയെടുത്തുവെന്നാണ് കേസ്. ദിയയുടെ കടയിൽ നിന്ന് ജീവനക്കാരികൾ പണം തട്ടിയെടുത്തതിന് തെളിവുണ്ടെന്ന് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിരുന്നു. ഇത് ശരിവെക്കുന്നതാണ് 3 ജീവനക്കാരികളുടെയും ബാങ്ക് രേഖകൾ. ദിയയുടെ വിവാഹത്തിന് ശേഷം കടയിലെ കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നത് ജീവനക്കാരികളാണ്. സാധനങ്ങൾ വാങ്ങുന്നവരിൽ നിന്ന് പണം ജീവനക്കാരികളുടെ QR കോഡ് ഉപയോഗിച്ചാണ് സ്വീകരിച്ചിരുന്നതെന്നും ഈ പണം ദിയയ്ക്ക് കൈമാറിയിട്ടില്ലെന്നുമായിരുന്നു പരാതി. ഇനി പിടികൂടാനുള്ള ദിവ്യയ്ക്കായുള്ള അന്വേഷണം തുടരുകയാണ്. M5 ന്യൂസ്, തിരുവനന്തപുരം. കൈത്തറി വ്യവസായത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയത്തിനെതിരെ തിരുവനന്തപുരം ജില്ലാ കൈത്തറി സഹകരണ സംഘം അസോസിയേഷന്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. സൗജന്യ സ്കൂൾ യൂണിഫോം പദ്ധതിക്ക് SSK മുഖേന നൽകിയിരുന്ന കേന്ദ്രവിഹിതം നിഷേധിച്ചത് പുനഃസ്ഥാപിക്കണം. സൗജന്യ കൈത്തറി സ്കൂൾ യൂണിഫോം പദ്ധതി ദേശീയ തലത്തിൽ നടപ്പിലാക്കി ചെലവിന്റെ 50% കേന്ദ്ര സർക്കാർ നൽകുക, കൈത്തറി സ്കൂൾ യൂണിഫോം പദ്ധതി 10ാം ക്ലാസ് വരെ നടപ്പിലാക്കുക തുടങ്ങിയ നിരവധിയായ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജില്ലാ കൈത്തറി സഹകരണ സംഘം അസോസിയേഷന്റെ നേതൃത്വത്തിൽ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെന്റ് അടിച്ചേൽപ്പിക്കുന്ന സമീപനങ്ങൾ, കേരളം ഉൾപ്പെടെയുള്ള BJP ഇതര ഗവൺമെന്റുകൾക്ക് നൽകേണ്ട ഗ്രാന്റും സഹായങ്ങളും ഇപ്പോഴും തരാതിരിക്കുകയാണെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. KSKTU സംസ്ഥാന പ്രസിഡന്റ് ആനാവൂർ നാഗപ്പൻ, MLAമാരായ കടകംപള്ളി സുരേന്ദ്രൻ, CPM ജില്ലാ സെക്രട്ടറി V ജോയ്, CK ഹരീന്ദ്രൻ എന്നിവരും മുൻ MP നീലലോഹിതദാസൻ നാടാരും മാർച്ചിൽ പങ്കെടുത്തു. M5 ന്യൂസ്, തിരുവനന്തപുരം. അടൂർ ഗോപാലകൃഷ്ണന്റെ വിവാദ പരാമർശത്തിൽ മറുപടിയുമായി MV ഗോവിന്ദൻ. ഫ്യൂഡൽ വ്യവസ്ഥിതിയുടെ ഭാഷാപരമായ ഉള്ളടക്കത്തോടെയാണ് അടൂർ ഗോപാലകൃഷ്ണൻ സംസാരിച്ചതെന്ന് MV ഗോവിന്ദൻ പ്രതികരിച്ചു. അതേസമയം പോലീസ് കാവലിൽ കൊടി സോനിയുടെ മദ്യപാനം സംബന്ധിച്ച വിഷയത്തിൽ അദ്ദേഹം പ്രതികരിച്ചില്ല. എല്ലാ വർഗീയ ശക്തികളും അപകടം. SDPI ഉണ്ട്, ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്, കാസി ഉണ്ട്, വർഗീയ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി സംഘടനകളുണ്ട്. അവരെല്ലാം പ്രതിനിധീകരിക്കുന്നത് ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും അപകടകരമായ കാര്യമാണ്. ഒരു വർഗീയതയെ മറ്റൊരു വർഗീയത കൊണ്ട് പരസ്പരം ഇല്ലായ്മ ചെയ്യാൻ സാധിക്കില്ല. ഓരോ വർഗീയതയും പരസ്പരം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ആ കാര്യം തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. അല്ല, അതൊക്കെ കൃത്യമായിട്ട് മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. കേരളീയ സമൂഹം ഫ്യൂഡൽ സംസ്കാരത്തിൻ്റെ ആശയ തലത്തിൽ നിന്നും നല്ലതുപോലെ മുന്നേറിയിട്ടുള്ള ഒരു ജനതയുടെ ആവാസ കേന്ദ്രമാണ്. അതിൻ്റെ തന്നെ ഫലമായി ജാതി വ്യവസ്ഥയുടെ ജീർണത നല്ലതുപോലെ കുറഞ്ഞു വന്നിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു നാട്ടിൽ എല്ലാറ്റിനെയും ജാതി അടിസ്ഥാനപ്പെടുത്തി, പ്രത്യേകിച്ച് പട്ടികജാതി, പട്ടികവർഗ, സ്ത്രീ ഈ വിഭാഗത്തെ പ്രത്യേകമായിട്ട് പരിഗണിക്കുന്ന രീതിയിലേക്ക് കൈകാര്യം ചെയ്യേണ്ട കാര്യമില്ല. അടൂർ ഗോപാലകൃഷ്ണൻ എന്തൊക്കെയാണ് ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഉറപ്പായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന കാര്യം, ഫ്യൂഡൽ ജീർണതയുടെ ഭാഷാപരമായ ഉള്ളടക്കത്തോടു കൂടി തന്നെയാണ് ഇങ്ങനെയുള്ള പലരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ജനാധിപത്യ സമൂഹത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ നീതികേടാണ് എന്നാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ. ദളിത് വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കുമെതിരായ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണന്റെ പരാമർശത്തിനെതിരെ വിമർശനവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. 2 വിഭാഗങ്ങളെ പ്രത്യേകം എടുത്തു പറയുന്നത് ശരിയല്ല. ദളിത് വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കും മാത്രം പരിശീലനം നൽകണമെന്ന് പറഞ്ഞതിനെ നല്ല ഉദ്ദേശത്തിൽ കാണാൻ സാധിക്കില്ല. പരിശീലനം എല്ലാവർക്കും നൽകണമെന്നും K മുരളീധരൻ അഭിപ്രായപ്പെട്ടു. അടൂരിനെ പോലെ ഒരു വ്യക്തി അത്തരത്തിൽ പ്രതികരിച്ചത് ദൗർഭാഗ്യകരമാണെന്നും K മുരളീധരൻ പറഞ്ഞു. അത് പിൻവലിക്കണമെന്നും K മുരളീധരൻ ആവശ്യപ്പെട്ടു. സഹോദരൻ PK ബുജൈറിനെ അറസ്റ്റ് ചെയ്തതിന്റെ പേരിൽ മുസ്ലിം യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസിനെതിരായ സൈബർ ആക്രമണത്തിനെതിരെയും K മുരളീധരൻ പ്രതികരിച്ചു. PK ഫിറോസ് UDFന്റെ ശക്തനായ നേതാവാണെന്നും അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്രമിക്കാനുള്ള ശ്രമമാണ് നടന്നതെന്നും K മുരളീധരൻ വ്യക്തമാക്കി. CPIMന്റെയും BJPയുടെയും PR വർക്കാണ് ഫിറോസിനെതിരായ ഒറ്റതിരിഞ്ഞുള്ള ആക്രമണത്തിന് പിന്നിലെന്നും മുരളീധരൻ ചൂണ്ടിക്കാട്ടി. UDFനെ ഇല്ലാതാക്കാനുള്ള CPIM BJP അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഇതിന് പിന്നിലെന്നും K മുരളീധരൻ പറഞ്ഞു. M5 ന്യൂസ്, കോഴിക്കോട്.
ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ ജാമ്യത്തിൽ പ്രതികരിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ജാമ്യം കിട്ടിയതുകൊണ്ട് മാത്രം കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത പ്രശ്നം തീരുന്നില്ല. ന്യൂനപക്ഷ വേട്ടയ്ക്ക് പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും പിന്തുണയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർക്ക് BJPയുടെ അനുകൂല നിലപാട് സ്വീകരിക്കാൻ പല കാരണങ്ങളുണ്ട്. അത് രാഷ്ട്രീയമാണെന്ന് കരുതുന്നില്ലെന്നും സാമ്പത്തികമടക്കമുള്ള വിഷയങ്ങൾ അതിൽ വരുന്നുണ്ടെന്നും MV ഗോവിന്ദൻ തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. ന്യൂനപക്ഷത്തിന് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന ഹിന്ദുത്വ അജണ്ട വെച്ചുകൊണ്ടുള്ള കടന്നാക്രമങ്ങളാണ് ഇന്ത്യയിലുടനീളം, കേരളം ഒഴിച്ച്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സംസ്ഥാനം കേരളമാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ശക്തികളും മതനിരപേക്ഷതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാവലാളായി നിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് കേരളത്തിൽ അവരാഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കാതെ. നമ്മളിവിടെ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം RSSും സംഘപരിവാർ വിഭാഗവും അവരുടെ ആഭ്യന്തര ശത്രുക്കളായിട്ട് കാണുന്ന 3 വിഭാഗമാണ്. അതിലൊന്ന് മുസ്ലിമാണ്, 2 ക്രിസ്ത്യാനിയാണ്, 3 കമ്മ്യൂണിസ്റ്റുകാരാണ്. ഈ 3 ആഭ്യന്തര ശത്രുക്കൾ എന്ന നിലയിൽ ഇല്ലാതാവണം എന്നും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഗോൾവാൾക്കർ തന്നെയാണ് മുമ്പോട്ടേക്ക് വെച്ച നിർദ്ദേശം. അതിപ്പോൾ തുടരുകയാണ്. ഇപ്പോൾ ഛത്തീസ്ഗഡിലായാലും UPയിലായാലും മഹാരാഷ്ട്രയിലായാലും കർണാടകത്തിലായാലും ഒഡീഷയിലായാലും ആസാമിലായാലും മണിപ്പൂരിലായാലും അവിടെയെല്ലാം ന്യൂനപക്ഷ വേട്ട, ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുള്ള കടന്നാക്രമം, അതും രാജ്യദ്രോഹ കുറ്റം ചുമത്തി എങ്ങനെ മുന്നോട്ടേക്ക് പോകാനാവും എന്ന പരീക്ഷണത്തിലാണ് അവരുള്ളത്. കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് ഇപ്പോഴും താൽക്കാലികമായി ജാമ്യം കിട്ടി എന്നുള്ളതുകൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. NIAയുടെ കേസിൻ്റെ പരിധിയിലേക്ക് എങ്ങനെയാണ് ആ കേസ് കൊണ്ടുവരിക എന്നതിൻ്റെ ഗവേഷണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബജ്രംഗ് ദൾ ഉൾപ്പെടെയുള്ള സംഘപരിവാർ വിഭാഗങ്ങൾ അതിശക്തിയായ രീതിയിലാണ് ഈ ന്യൂനപക്ഷ വേട്ട നേതൃത്വപരമായ പങ്കോടുകൂടി നയിക്കുന്നത്. അതിന് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും പൂർണ്ണമായ പിന്തുണയുണ്ട്. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള കടന്നാക്രമത്തെ ഏതെങ്കിലും രീതിയിൽ സോപ്പിട്ട്, അങ്ങനെയാണല്ലോ കേക്കെല്ലാമായിട്ട് പോയി രക്ഷപ്പെട്ടു പോകാം എന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ധാരണ ഒന്നും പ്രാവർത്തികമാകാൻ പോകുന്നില്ല എന്നത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അവർക്ക് മനസ്സിലാവും എന്ന് മാത്രമേ അത് സംബന്ധിച്ച് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. CPI മലപ്പുറം ജില്ലാ സമ്മേളനത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വിമർശനം. MV ഗോവിന്ദന്റെ RSS പരാമർശം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി. വിവാദ പരാമർശം മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കാൻ വഴിയൊരുക്കിയെന്നുമാണ് വിമർശനം. ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിലാണ് വിമർശനങ്ങൾ ഉയർന്നു വന്നത്. നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരാളുടെ ഭാഗത്തുനിന്ന് വരേണ്ട പ്രസ്താവനയല്ല MV ഗോവിന്ദന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നാണ് പ്രതിനിധികളുടെ അഭിപ്രായം. വലിയ വോട്ട് ഭിന്നിപ്പിന് കാരണമായി. 2-ലധികം പ്രതിനിധികൾ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി. എന്നാൽ തന്റെ RSS പരാമർശം നിലമ്പൂരിൽ വോട്ട് കുറച്ചുവെന്ന വാദങ്ങൾ MV ഗോവിന്ദൻ തള്ളിയിരുന്നു. മുഖ്യമന്ത്രി തന്നെ ശാസിച്ചുവെന്നും വിവാദ പരാമർശത്തിൽ കടുത്ത വിമർശനം ഉയർന്നുവെന്നുമുള്ള വാർത്തകൾ വ്യാജ പ്രചരണമെന്നായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. RSSുമായി CPIM സഹകരിച്ചിട്ടുണ്ടെന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവന. രാജ്യത്ത് അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഘട്ടം വന്നപ്പോൾ RSSുമായി ചേർന്നു. അടിയന്തരാവസ്ഥ അർദ്ധ ഫാസിസ്റ്റ് രീതിയായിരുന്നു. അപ്പോൾ മറ്റൊന്നും നോക്കേണ്ടതില്ലെന്നുമായിരുന്നു ഗോവിന്ദന്റെ പ്രസ്താവന. ഇതാണ് CPIM RSS ബന്ധമായി വ്യാഖ്യാനിക്കപ്പെട്ടത്. M5 ന്യൂസ്, മലപ്പുറം. TP കേസ് പ്രതി കൊടിസുനിയുടെയും സംഘത്തിന്റെയും പരസ്യ മദ്യപാനത്തിൽ കേസെടുക്കാത്തതിൽ വിചിത്ര വിശദീകരണവുമായി തലശ്ശേരി പോലീസ്. കൊടിസുനിയും സംഘവും പൊതുസ്ഥലത്ത് മദ്യപിച്ച സംഭവത്തിൽ കേസെടുക്കാനാകില്ലെന്ന നിലപാടാണ് തലശ്ശേരി പോലീസ് ആവർത്തിക്കുന്നത്. സ്വമേധയാ പോലീസിന് കേസെടുക്കാൻ തെളിവില്ലെന്നും ആർക്കും പരാതിയില്ലെന്നുമാണ് പോലീസ് പറയുന്നത്. കഴിച്ചത് മദ്യമാണെന്ന് തെളിയിക്കാൻ പറ്റാതെ കേസ് നിലനിൽക്കില്ലെന്നുമാണ് പോലീസിന്റെ വാദം. ഷാർജയിലെ അതുല്യയുടെ ദുരൂഹ മരണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. അന്വേഷണ സംഘത്തെ ഉടൻ തീരുമാനിക്കും. കരുനാഗപ്പള്ളി ASPയുടെ നേതൃത്വത്തിലാണ് നിലവിൽ അന്വേഷണം നടക്കുന്നത്. ജൂലൈ 19-നാണ് കൊല്ലം തേവലക്കര സ്വദേശി അതുല്യയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതുല്യയുടെ കുടുംബത്തിന്റെ പരാതിയിൽ ഭർത്താവ് സതീഷിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു.
അതുല്യയുടെ ഭർത്താവ് സതീഷിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ച് ഇയാളെ നാട്ടിലെത്തിക്കാൻ ലോക്കൽ പോലീസിന് പരിമിതികളുള്ളതുകൊണ്ടാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. ജൂലൈ 19 കൊല്ലം തേവലക്കര സ്വദേശി അതുല്യയെ ഷാർജയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതുല്യയുടെ കുടുംബത്തിന്റെ പരാതിയിൽ ഭർത്താവ് സതീഷിനെതിരെയും കേസെടുത്തിരുന്നു. M5 ന്യൂസ് കൊല്ലം. കൊല്ലം കൊട്ടാരക്കരയിൽ വയോധികയ്ക്ക് നേരെ ക്രൂരമർദ്ദനം. റിട്ടയർഡ് അധ്യാപികയായ 78 വയസ്സുള്ള സരസമ്മയെയാണ് അയൽവാസി ശശിധരൻ വീട് കയറി ആക്രമിച്ചത്. കൊട്ടാരക്കര ഗാന്ധിമുക്കിൽ ഇന്നലെയാണ് സംഭവം. വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയ ശശിധരനെ വയോധിക വടികൊണ്ടടിക്കാൻ ശ്രമിച്ചു. പിന്നാലെ വടി പിടിച്ചു വാങ്ങിയ ശേഷം സരസമ്മയെ പ്രതി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. അയൽവാസികൾ തമ്മിലുള്ള തർക്കമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് അറിയിച്ചു. സംഭവത്തിൽ പ്രതിയായ ശശിധരനെ കൊട്ടാരക്കര പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറത്തെ മലയോര കർഷകരെ ദുരിതത്തിലാക്കി നേന്ത്രവാഴകൾക്ക് അപൂർവ രോഗം. കനത്ത സാമ്പത്തിക നഷ്ടത്തിൽ കർഷകർക്ക് ആയിരക്കണക്കിന് വാഴകളാണ് നശിച്ചത്. തോരാത്ത മഴയും ശക്തമായ കാറ്റും കാരണം ദുരിതത്തിലായ കർഷകർക്ക് ഇരട്ടപ്രഹരമായി വാഴകൾക്ക് അപൂർവ ഇനം രോഗവും ബാധിച്ചു. വാഴകൾ ഒടിഞ്ഞു വീഴുകയും കായ്ബലം തീരെ ഇല്ലാതാവുകയും ചെയ്യുന്ന ഈ രോഗം കർഷകർക്ക് കനത്ത സാമ്പത്തിക നഷ്ടമുണ്ടാക്കുകയാണ്. കാളികാവ് സ്വദേശി ഇബ്രാഹിം അടക്കമുള്ള കർഷകർ ബാങ്കുകളിൽ നിന്ന് കടം വാങ്ങി കൃഷി ചെയ്ത 1200ഓളം വാഴകളാണ് രോഗം ബാധിച്ച് നശിച്ചത്. 1 ഏക്കർ 62 സെന്റ് സ്ഥലത്ത് വാഴ കൃഷി വെച്ചതാണ്. 1200 വാഴ സാധാരണ ഇതിൽ ചെയ്യലുണ്ട്. അതേപോലെ 1200 വാഴ ചെയ്താൽ ഇൻഷുറൊക്കെ ചെയ്തിക്കണ്. അപ്പോൾ ഇതിന് പെട്ടെന്ന് സാധാരണത്തിൽ കൂടുതൽ മഴ പെയ്ത് കാരണം പെട്ടെന്നൊരു മഹാളി രോഗം പോലെ ഒരു മഞ്ഞ കളറുള്ള ഒരു അസുഖം പിടിപെട്ട് കൃഷി ഓഫീസിൽ പോയി ചെന്ന് പറഞ്ഞ് കൃഷി വന്ന് നോക്കി ഓല് നിർദ്ദേശിച്ച മരുന്ന് 2 പ്രാവശ്യം അടിക്കണം എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം അടിച്ച് തുടർച്ചയായിട്ടുള്ള മഴ കാരണമായിരിക്കും ആ മരുന്ന് വേണ്ടത്ര ഫലിച്ചിട്ടില്ല. ഇപ്പോൾ മൊത്തം വാഴയും പൊത്തുപോയി. ഒരു തേർഡ് ഇതിൽ വിൽക്കാൻ പറ്റിയ കൊലകൾ പോലും, ഉപ്പേരിക്ക് കൊടുക്കാൻ പറ്റുന്ന കൊലകൾ പോലും ഉണ്ടായിട്ടില്ല. വലിയ വമ്പിച്ച നഷ്ടമാണ്. നഷ്ടപ്പെട്ടത് 1400ഓളം വാഴ ഇതിൽ മൊത്തത്തിലുണ്ട്. അതിൽ 1200 വാഴ ഇൻഷൂർ ചെയ്തിരിക്കണം. അതിലിപ്പോൾ നല്ലൊരു ഒറ്റ കൊലയും കാണാനില്ലല്ലോ. മൊത്തത്തിൽ ഈ നഷ്ടപ്പെട്ടൊക്കെ തന്നെയാണ്. എല്ലാത്തിനും ബാധിച്ചേക്കാണ്. ഏതെങ്കിലും ഒന്നിനെ അല്ലെങ്കിൽ 10 അല്ല ബാധിച്ചിരിക്കുന്നത്. അതെന്താ വെച്ചാൽ ഈ കേട് ബാധിച്ച വാഴ വെട്ടി നോക്കിയാൽ അറിയാം. അതിൻ്റെ തണ്ടിനുള്ളിൽ കൂടെ മഴ പെയ്തിട്ട് വെള്ളം കൂടുതൽ സാധാരണത്തിൽ കൂടുതൽ വെള്ളം ഉണ്ടായത് കാരണമായിരിക്കും എന്നാ തോന്നുന്നത്. പക്ഷെ ഇവർ പറഞ്ഞ മരുന്നൊക്കെ സാധാരണ അടിക്കണ മാതിരി അടിച്ച് എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് എഫക്റ്റ് ആയിട്ടില്ല. ഈ സംഗതി ഇത് നോക്കിയാൽ മൊത്തത്തിൽ പോത്തൊക്കെയാണ്. വാഴ മൊത്തം പോത്തു. വർഷങ്ങളായി വാഴകൃഷി ചെയ്യുന്ന കർഷകനായ കുട്ടിയാപ്പു ബാങ്കിൽ നിന്ന് ലോണെടുത്തും കടം വാങ്ങിയുമാണ് കൃഷി ചെയ്യുന്നത്. വിളവെടുപ്പിന് പാകമാകുമ്പോൾ ഒരു വാഴയ്ക്ക് ഏകദേശം 200 മുതൽ 300 രൂപ വരെയാണ് ചെലവ് വരുന്നത്. എന്നാൽ വാഴകൾക്ക് രോഗം ബാധിച്ചതിനാൽ വിളവ് പൂർണ്ണമായും നശിച്ചു. സാധാരണയായി ഒരു വാഴക്കുലയ്ക്ക് 8 മുതൽ 16 കിലോ വരെ ഭാരം ലഭിക്കാറുണ്ട്. എന്നാൽ രോഗം ബാധിച്ച വാഴകളിൽ നിന്ന് 2 മുതൽ 3 കിലോ ഭാരമുള്ള കുലകൾ മാത്രമാണ് ലഭിക്കുന്നത്. വാഴകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയുണ്ടെങ്കിലും ഒരു വാഴയ്ക്ക് 10 രൂപ മാത്രമാണ് ലഭിക്കുന്നത്. ഇത് കൃഷിക്കായി മുടക്കിയ പണത്തിന്റെ ചെറിയൊരു ഭാഗം പോലുമല്ല. രോഗം തടയാൻ കൃഷി ഓഫീസിൽ നിന്ന് മരുന്ന് നൽകിയിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ലെന്ന് കർഷകർ പറയുന്നു. M5 ന്യൂസ് മലപ്പുറം. മലപ്പുറത്ത് 3 കിലോ കഞ്ചാവുമായി ഒരാൾ പിടിയിൽ. എക്സൈസ് കമ്മീഷൻ ഉത്തരമേഖലാ സ്ക്വാഡും മഞ്ചേരി എക്സൈസ് സർക്കിൾ പാർട്ടിയും മഞ്ചേരി കിഴിശ്ശേരി റോഡിൽ നടത്തിയ പരിശോധനയിൽ പശ്ചിമ ബംഗാൾ മുർഷിദാബാദ് സ്വദേശിയായ ജസ്സിമുദ്ദീൻ ഷേഖാണ് പിടിയിലായത്. 3 കിലോയോളം കഞ്ചാവ് കൈവശം വച്ചതിനാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. തൃപ്പനശ്ശി ഭാഗത്ത് വ്യാപകമായി അന്യസംസ്ഥാന തൊഴിലാളികൾ മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നതായി മലപ്പുറം എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്തിരുന്നു. മേഖലയിൽ നിരന്തരമായി അന്യസംസ്ഥാനക്കാരിൽ നിന്നും കഞ്ചാവ് പിടികൂടുന്ന സാഹചര്യത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിലെ മയക്കുമരുന്ന് ഉപയോഗവും വിൽപ്പനയും തടയാൻ കൂടുതൽ നിരീക്ഷണം നടത്തുമെന്നും എക്സൈസ് അധികൃതർ അറിയിച്ചു. ഗാസയ്ക്കെതിരായ ഇസ്രായേലിന്റെ ആക്രമണം അവസാനിപ്പിക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെടണമെന്നാവശ്യപ്പെട്ട് ഇസ്രായേൽ മുൻ സുരക്ഷാ തലവന്മാർ. ആവശ്യമനുസരിച്ച് 600 ഇസ്രായേലി മുൻ സുരക്ഷാ തലവന്മാർ ഞായറാഴ്ച ട്രംപിന് കത്ത് നൽകി. കത്തിൽ ഒപ്പുവെച്ച 600 പേരിൽ മുൻ മൊസാദ് ചീഫ് താമിർ പാർദോ, മുൻ ഷിൻ ബെറ്റ് ചീഫ് അമി അയലോൺ, മുൻ ഉപ ഇസ്രായേലി ആർമി തലവൻ മറ്റൻ വിൽനായി എന്നിവരടക്കമുള്ളവരും ഉൾപ്പെടുന്നു. 2 വർഷമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനുമേൽ സമ്മർദ്ദം ചെലുത്തണമെന്നാണ് കത്തിൽ പറയുന്നത്.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്തെ ബലഹീനവും പൊളിച്ചു മാറ്റേണ്ടതുമായ സ്കൂൾ കെട്ടിടങ്ങളുടെ വിവരങ്ങൾ ഉടൻ നൽകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആറന്മുളയിൽ സ്കൂളിന്റെ ഫിറ്റ്നസ് റദ്ദാക്കി. നടപടി തേവലക്കര സ്കൂൾ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ പരിശോധനയിൽ വിദ്യാർത്ഥികളുടെ ആത്മവിശ്വാസത്തെയും പഠനത്തെയും പ്രതികൂലമായി ബാധിക്കാൻ സാധ്യത. ഇനി ബാക്ക് ബെഞ്ചേഴ്സ് വേണ്ട, ക്ലാസ് മുറികൾ യു ഷേപ്പ് ആക്കുന്നത് ആലോചനയിലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. വിദഗ്ധ സമിതിയെ നിയോഗിച്ചതായും വിദ്യാഭ്യാസ മന്ത്രി. പത്തനംതിട്ടയിലെ അധ്യാപികയുടെ ഭർത്താവിന്റെ ആത്മഹത്യ. ഉദ്യോഗസ്ഥർക്കെതിരെ മന്ത്രി വി ശിവൻകുട്ടി. ഓരോ ഫയലും ഓരോ ജീവിതമാണ്. 5 വർഷത്തെ സ്വന്തം അനുഭവമുണ്ട്. പലതും പറഞ്ഞാൽ വിവാദമാകുമെന്ന് മന്ത്രി. ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക ക്രമക്കേട് തട്ടിപ്പിൽ ജീവനക്കാരികൾ കുറ്റം സമ്മതിച്ചു. ബില്ലിൽ ബാർകോഡ് ഉൾപ്പെടുത്തില്ല, കസ്റ്റമറുടെ പേരും ഫോൺ നമ്പരും വെക്കാറില്ലെന്ന് ജീവനക്കാരികൾ. ഇതോടെ ന്യൂസ് റൗണ്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം.